നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് സ്നേഹവീട് പദ്ധതിക്ക് വേണ്ടി പണം സ്വരൂപിച്ച പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് സമാഹരിച്ച 4,65,000 രൂപ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി ചോലപ്പള്ളിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബിന് കൈമാറി. പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വയനാട് സ്നേഹവീട് പദ്ധതിക്ക് വേണ്ടി പണം സമാഹരിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച പണം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി ചോലപ്പള്ളിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബിന് കൈമാറി. പരിപാടിയുടെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ നിർവഹിച്ചു. ഈ കോളേജിൽ വരുമ്പോൾ ഈ കോളേജിനെ ഒരു പൊക്കിയടിച്ച് നമ്മൾ എവിടെയുണ്ടോ അത് തുറന്നു പറയുന്ന ഒരു ശീലമാണുള്ളത്. പക്ഷെ ഞാനിവിടെ ഇരുന്ന് ഈ സമയത്ത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഞാൻ കണ്ട പരിപാടിയിൽ ഇത്രയും അച്ചടക്കത്തോടു കൂടിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥികളെ വാർത്തെടുത്തതിൽ, ഈ സമൂഹത്തിന് കൈമാറിയതിൽ ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഇവിടുത്തെ അധ്യാപകരെയും അഭിനന്ദിക്കുകയാണ്. വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ച 4,65,000 രൂപയാണ് സ്വരൂപിച്ചത്. വളർന്നുവരുന്ന ഓരോ തലമുറയെയും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കുകയെന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. ഞാൻ എന്ന ചിന്തയിൽ നിന്നും നിസ്വാർത്ഥമായ നമ്മൾ എന്ന ചിന്തയിലേക്കും ഐക്യത്തിലേക്കും വെളിച്ചം വീശുക എന്നുള്ളതാണ് ഓരോ NSS വളണ്ടിയർമാരുടെയും ലക്ഷ്യം. കോളേജിലെ ഓരോ വിദ്യാർത്ഥികളും ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ അതിന്റെ പൂർണ്ണതയിലെത്തുകയാണ്. നമുക്കിപ്പോൾ പറയാം, നമ്മളെ ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണെന്ന് പറയുന്ന ഒരു ന്യൂജൻ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ വന്നിട്ട് നമുക്ക് ചെറിയ മറ്റു കോളേജുകൾ ചെയ്യുന്നത് പോലെയൊന്നും വളരെ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ പോരാ, കുറച്ച് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിനെന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നിരന്തരം നമ്മളോട് ബന്ധപ്പെടുകയും ഞങ്ങളൊരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഒരു വീട്. അതായത് നമുക്ക് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് എന്നുള്ളൊരു ആ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അന്ന് നമുക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. 45,000 രൂപ ഞങ്ങൾ അങ്ങാടിപ്പുറം പെരിന്തമണ്ണ എന്നുള്ള സൈഡിൽ നിന്ന് ഞങ്ങൾ പിരിച്ചെടുത്തു. ബസ്സിൽ കയറിയപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ കടകളിൽ കയറിയപ്പോഴും ആരും ഞങ്ങളെ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ ആരും ഒരു രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും തന്ന് ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്തു. അങ്ങാടിപ്പുറം പെരിന്തമണ്ണ ഭാഗത്തുള്ള ആൾക്കാർ ഓരോരുത്തരുടെ സപ്പോർട്ട് എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ നവാസ് സാർ, ഞങ്ങളുടെ കോളേജിലെ നവാസ് സാറായിരുന്നു. നവാസ് സാർ, ഷിജിൽ സാറൊക്കെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്നിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് ഞങ്ങൾ കൂടെ നിന്ന് എല്ലാവരും കൂടെ നിന്ന് ഫണ്ട് കളക്ഷനിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ അടിയന്തരമായിട്ട് ഒരു സഹായങ്ങൾ എത്തിക്കുക, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇവിടെ എത്തി എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയതിനു ശേഷം നമ്മൾ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു ആശയത്തേക്ക് മാറി. നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും ഓക്കെ അറിയുമ്പോൾ എല്ലാവരും നന്നായിട്ട് സഹായിച്ചിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് സമയം കഴിയുന്നതിനനുസരിച്ച് മീഡിയ പ്രസൻസ് ഒക്കെ കുറയുന്നതിനനുസരിച്ച് ആൾക്കാരിനോട് സീരിയസ്നെസ് കുറഞ്ഞു വന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് സമയപ്പോഴേക്കും അമ്മയ്ക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, ആൾക്കാർ ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, പൈസ പിരിഞ്ഞ് കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബിരിയാണി ചാലഞ്ച് സമയത്ത് സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ നാട്ടുകാരും ഈ ഭാഗത്തുള്ളവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടിയിൽ NSS പ്രോഗ്രാം കോർഡിനേറ്റർ റെജീന TK, മലപ്പുറം NSS കോർഡിനേറ്റർ മുഹമ്മദ് നൌഫൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ചാക്കോ കൊച്ചുപറമ്പിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജയകുമാരി, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രേയസ് P, PTA വൈസ് പ്രസിഡന്റ് ഷിബു ചെറിയാൻ, കോളേജ് സ്റ്റാഫ് സെക്രട്ടറി സെയ്താലി കാക്കാട്ടിൽ, കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ അബ്ദുൾ നവാസ് തുടങ്ങിയവരും സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് അമൃത TV സൂപ്പർ സ്റ്റാർ ഫെയിം അഗ്നസ് ബിനോയ് അഗസ്റ്റിൻ അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ഈ പെട്രോളിന് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിയിൽ നിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ മുകളിൽ രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ടെ, ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിൻ്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.